അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദപരമായ വിഷയമാണ് ബൈത്തു സക്കാത്ത് എന്നും സക്കാത്ത് സല്ല് എന്നും സക്കാത്ത് കമ്മിറ്റി എന്നെല്ലാം പേരിൽ പാവപ്പെട്ടവന്റെ സമ്പത്ത് ശേഖരിച്ചിട്ട്, പണക്കാരിൽ നിന്നും ശേഖരിച്ചിട്ട് ആ സമ്പത്ത് കൊണ്ട് അർഹരല്ലാത്ത പല വിഷയത്തിലേക്കും ചെലവഴിക്കുകയും നമ്മുടെ ഉലമാ അത് കൃത്യമായിട്ട് അത്തരം സമ്പത്ത്, നിങ്ങൾ സക്കാത്തിന്റെ സമ്പത്ത് ഇത്തരം വിഷയങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾ സക്കാത്ത് വിടൂല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി സമൂഹത്തിന്റെ അധപ്പതനത്തിലേക്ക്, ഗർത്തത്തിലേക്ക് ആഴ്ന്നുപോയ സമൂഹത്തെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അതിനെ വിനിയോഗിക്കുകയാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നല്ല നല്ല വാചക കസർത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് സമ്പന്നന്മാരുടെ മുതലിൽ കൊള്ളയടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും വഹാബികളുടെയും കടക്കലിലാണ് ഉലമാ കത്തിവെച്ചിട്ട് ഇടപെട്ട് വിവാദപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വന്നിട്ട് വിവരക്കേട് വിളിച്ചു പറയുന്ന ഓൺലൈൻ മുഫ്തി. അതിൽപ്പെട്ട ഒരു മുഫ്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്നിട്ട് അയാൾ പൊക്കി പിടിച്ചു വന്ന കിതാബും ആ കിതാബിൽ അയാൾ നടത്തിയ ഒന്നെങ്കിൽ വിവരക്കേട്, അല്ലെങ്കിൽ അയാൾ കാണാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ മൂടി വെക്കുക, മൂന്നായാലും വിവരക്കേട് തന്നെ, അതൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇനി മൗലവി വിഷയം പറയട്ടെ. സഹോദരങ്ങളെ, നമുക്ക് കിതാബുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കാന്തപുരം പറഞ്ഞത് എന്ന് ആദ്യം ഒന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കാം. സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ ശ്രദ്ധിക്കണേ. ഈ സക്കാത്ത് അതെന്തിലേക്ക് ഇശാറത്ത്? മുകളിൽ പറഞ്ഞു വെച്ച ഒരു സക്കാത്തിന്റെ ഒരു വിതരണ സംഘടനയുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ രൂപത്തിലുള്ള സക്കാത്ത് വിതരണം സംബന്ധിച്ചാണ്, അല്ലാതെ ഇസ്ലാമിലുള്ള സംഘടിത സക്കാത്തിനെ കുറിച്ചല്ല. അത് എപ്പോ വേണം, അതാര് വേണം എന്നൊക്കെ ഉള്ളത് കിതാബ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഘടിത സക്കാത്തിനെ കുറിച്ചാണ് ചർച്ച. ആ നിലയിലുള്ള ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും, അപ്പോൾ ആ നിലയിലുള്ള സക്കാത്ത് കമ്മിറ്റി, ഏത് നിലയിലുള്ള സക്കാത്ത് കമ്മിറ്റി? ഇസ്ലാമിക ഭരണത്തിൽ ഇസ്ലാമിന്റെ ഇമാമിന്റെ കീഴിലോ ഇസ്ലാം ഭരണകൂടത്തിന്റെ ഒന്നുമല്ല, മറിച്ച് ഓരോരുത്തരും ഇങ്ങനെ തീരുമാനിക്കുക. ഞാൻ പ്രസിഡന്റ്, ജി സെക്രട്ടറി, മറ്റൊരു ട്രഷറർ, ഫിനാൻസ് ഒക്കെ ആവുമ്പോൾ നല്ലോണം വാരാലോ. അപ്പോ ആ രൂപത്തിൽ ഓരോ തീരുമാനിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് പാവപ്പെട്ട പൈസ പിരിച്ചെടുക്കുക, സക്കാത്തിന്റെ പേരും പറഞ്ഞിട്ട്. എന്നിട്ട് അവർ ചെലവഴിച്ച എന്തിനൊക്കെ അവിടെ തെളിയിച്ചത് എല്ലാ വിഷയങ്ങളും കൊണ്ടുവരാം. അർഹരിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലേ ഒക്കെ നമുക്ക് നോക്കാം. അത്തരം ഒരു രൂപത്തിലുള്ള ഈ തട്ടിപ്പ് കമ്മിറ്റിയെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്. ആ സക്കാത്ത് വീടുമോ ഇല്ലയോ? സക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? കേട്ട്, എല്ലാരും കേട്ടല്ലോ. ഇനി ഇയാളുടെ വിവരക്കേട് നിങ്ങൾ കുറച്ച് കേട്ടു. ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇയാളും ഇയാളുടെ അനുയായികളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ്, എല്ലാം പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ. തീർച്ചയായും റഫീഖ, അങ്ങനെ തന്നെയാണ്. അത് നിനക്ക് ബോധ്യപ്പെടുന്ന ആദ്യം ഈ കൂടാരത്തിന് കൊണ്ട് പുറത്തു ചാടണം. ഈ ഓൺലൈനിൽ ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയല്ല, പുറത്തു ചാടണം ചെയ്യുള്ളൂ എന്നത്. ഇതിലും വലിയ കോമഡി വേറെ എന്താണുള്ളത്? ശിർക്കും അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തും ഒക്കെ വേണ്ടുവോളം ചെയ്യുകയും, അത് 8ഉം 10ഉം ഗ്രൂപ്പായിട്ട് പരസ്പരം ശിർക്കും കുഫ്റും കേനം പറയും വിശ്രം ഔദ്യോഗിക ഗ്രൂപ്പ്, മടവൂര്, എല്ലാ പ്രശ്നങ്ങൾ തന്നെ.
ഒക്കെ മടങ്ങണത്. റഫീഖ് മനസ്സിലാക്കി വെക്കണം. സുന്നത്തി ജമാഅത്തിലാവുന്നില്ല എല്ലാ അലിമികളും ഒറ്റക്കെട്ടാണ്. ഇവിടെ ഒക്കെ എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅ. വഹാബികൾ അങ്ങനല്ല, പരസ്പരം ശിർക്കും കുഫറും. അതിനെ കുറിച്ചാണ് പറയുന്നത് മുമ്പിൽ. അതുകൊണ്ട് ഉടുക്കുകയും പുതർക്കുകയും ജനങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന നോക്ക്. ജനങ്ങളെ പറ്റിക്കുക. ആരാണ് പറ്റിക്കുന്നവര്? തെളിവ് സഹിതം അവിടെ കൊണ്ടുവരാം. കാരണം ഈ ജനങ്ങളിൽ നിന്ന് സക്കാത്ത് നമ്മളാരും നമ്മളെ സംഘടനകളോ വാങ്ങൂല, നമ്മുടെ സ്ഥാപനങ്ങളും വാങ്ങൂല. അതൊക്കെ തെളിയിച്ചു. അത് ഇവര് അതുകൊണ്ട് വാങ്ങിയിട്ട് ഇവർ പറ്റിക്കൽ എന്താണ്, ഇവർ നടത്തിയ കൊള്ള എത്രയാണ്, ഇവർ ചെലവഴിച്ച, ഇവർ ബാങ്കിലിട്ട് പലിശ വാങ്ങി എന്തൊക്കെ, അതൊക്കെയാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഇതൊക്കെ എതിർത്താൽ ഇവരുടെ ഈ എന്താ പറഞ്ഞത് പറ പണ്ഡിതന്മാര്, ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നല്ലേ? തീർച്ചയായും അതല്ലേ ഗാന്ധിപുരം പറഞ്ഞത്? അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ വിനിയോഗം, എപ്പോഴാണ്, ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ് എന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് റഫീഖെ. ഇനി നിന്റെ സഫാത്ത് എന്തൊക്കെയാണെന്ന് കേൾക്കട്ടെ, പരിശോധിക്കാം. നിങ്ങൾ ഏതാണെങ്കിലും കിതാബിലുള്ളത് ജനങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് പറ്റാത്തതിനെ നിങ്ങൾ എതിർക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യും. അതാണല്ലോ നിങ്ങളുടെ ദീൻ. ഏതാണെങ്കിലും ഒക്കെ സ്വന്തം മാളത്തിൽ വെച്ചെടുത്തായി. ഇവിടെ ആവുന്നല്ല, ഇവിടെ കിതാബ് അപ്പുറം ഇപ്പുറം ഒന്നും മൂടി വെക്കാതെ ശരിക്ക് വായിച്ച് വർത്തമാനിപ്പിക്കുന്ന ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. വീഡിയോ ബാക്കി നിങ്ങൾ ശാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണല്ലോ. നിന്നെ പോലല്ല, ഞങ്ങളൊക്കെ ശാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്ന, ശരിയായ മദ്ഹബ് അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ്. ശാഫിഈ ഫിഖ്ഹുകളിൽ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ കാണുന്നത് ശറഹുൽ മുഹദ്ദബ്. ശാഫിഈ മദ്ഹബുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഓതി ഞങ്ങൾ മുത്താല ചെയ്ത കിതാബാണ്. ശാഫിഈ മദ്ഹബിലെ വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ ശറഹുൽ മുഹദ്ദബ്. ഇമാം നവവി റഹിമഹുല്ലാഹ് അവന്റെ ഭാഗത്ത് തർളീഖൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷാഫി ഇമാം മദ്ഹബുകാരനാണ്, സുന്നിയാണ്, ഷാഫിഈയാണ് ഇമാം നവവി തങ്ങള്. ഇമാം നവവിയുടെ കിതാബ് ആഴ്ചപ്പെടുത്ത് ഇമാം നവവി റഹിമഹുല്ലാഹ്. അദ്ദേഹം സുന്നിയാണ്, തവസ്സുൽ ഇസ്തിഹാസ ചെയ്ത മഹാനാണ്. മറക്കണ്ട. ഇമാം ഷിറാസിയുടെ ഗ്രന്ഥത്തിനുള്ള വിശദീകരണ ഗ്രന്ഥമാണ്. ഇതാ നിങ്ങൾ ശരിക്കും നോക്കൂ. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹു തആല, അതായത് ഇമാം ഷിറാസി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാ എങ്ങനെയൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അത് എങ്ങനെ വിതരണം ചെയ്യാം. യജൂസു ലിറബ്ബിൽ മാലി അൻ യുഫരിഖ സക്കാത്തൽ അംവാലിൽ ബാത്തിന ബിനഫ്സിഹി. അതായത് സക്കാത്ത് നൽകുന്നവൻ, സക്കാത്ത് നൽകേണ്ട ആ ഉടമസ്ഥൻ, അതല്ലെങ്കിൽ സമ്പത്തിന്റെ ഉടമസ്ഥനായ ആൾക്ക് അനുവദനീയമാണ് ആ സക്കാത്ത് വിതരണം ചെയ്യാം. എങ്ങനെ? ബിനഫ്സിഹി, അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് നേരിട്ട് സക്കാത്ത് കൊടുക്കാം. ഒന്നാമത്തെ സംഗതി. രണ്ടാമതായി പറയുന്നു വയജൂസു അൻ യുവക്കില മൻ യുഫരിഖ്. വയജൂസു, അയാൾക്ക് അനുവദനീയമാണ് അൻ യുവക്കില, അത് ഏൽപ്പിക്കാം. ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ എന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏൽപ്പിക്കുന്നതും അനുവദനീയമാണ്. അവിടെ അനുവദനീയമാണ് അവനെ ഏൽപ്പിക്കൽ, വക്കാലത്താക്കൽ, മൻ ഒരുത്തനെ, യുഫരിഖുഹു ആ ഒരുത്തനെ അതിനെന്ത് ചെയ്യും, ജനങ്ങളിലേക്ക് തഫ്രീഖ് ചെയ്യും, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരുത്തനെ ഏൽപ്പിക്കുക. മൻ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ അന്യാർത്ഥം വെച്ചെന്തറിയോ? ഒരുത്തനെയോ സംഘടനയെയോ സംവിധാനങ്ങളെയോ. എന്താ റഫീഖ് മൻ എന്ന സംഘടന അർത്ഥം? അവിടെ നീ നിന്റെ വകുപ്പറഞ്ഞാണ്. നീ അവിടെ മയ്യുഫരിഖോ അർത്ഥം വെച്ചെന്താണ്? സംഘടനയെയോ സംവിധാനങ്ങളെയോ. അത് നീ നിന്റെ ആ കോട്ടിൽ വലിയ കീസുണ്ടായ ആ കീസൊക്കെ വെച്ചാളാം. അത് ഒരിക്കലും സംഘടനയിൽ പെടൂലാന്ന് ശറഹുൽ മുഹദ്ദബിന്റെ അപ്പുറം ഇപ്പുറം നോക്കണം. നീ തെറ്റിദ്ധരിപ്പിക്കുക.
എന്നിട്ട് ഇമാം നബി തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞുണ്ടാക്കുക. ബാക്കി പറയും കുറച്ചുകൂടി. അപ്പൊ നമ്മുടെ സക്കാത്ത്, അപ്പൊ ഞാൻ സക്കാത്ത് നൽകണം, സക്കാത്ത് നൽകാൻ എനിക്ക് ബാധ്യതയുണ്ട്. അപ്പൊ എന്റെ സക്കാത്ത് എനിക്ക് നേരിട്ട് നൽകാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ആ സക്കാത്ത് നൽകുന്നതിന് വേണ്ടി ഒരാളെയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ, ഇല്ലല്ല അത് നിന്റെ കീശന, വ്യക്തികളെയോ അത് നിന്റെ കീശന, അത് ഏൽപ്പിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അല്ല ചങ്ങായിയെ, ഞാൻ പറഞ്ഞ തെറ്റാണ്. ഒരു വ്യക്തിയെയോ ഓക്കെ, ഒരു വ്യക്തിയെ ഏൽപ്പിക്കാം. അതേ സമയത്ത് ഒന്നിലധികം ആളുകളെയോ സംഘടനയോ എന്നുള്ളത് റഫീഖിന്റെ പോക്കറ്റിൽ നിന്ന് കൂട്ടിയതാണ്. അത് മുതലിൽ കക്കാൻ വേണ്ടിയിട്ട് എടുത്ത അടവാണ്. ആ അടവ് തന്നെയാണ് എല്ലാ വഹാബികളും എടുക്കുന്നത്. നമുക്ക് ഷാഫി ഫിഖ്ഹിന്റെ അപ്പുറം ഇപ്പുറം വായിക്കി, നിന്നെ കൊണ്ട് ഞാൻ വായിപ്പിച്ചരാ. എടുക്ക് കിതാബ്. ഇതേതാ കിതാബ് അറിയോ? നീ ആ വായിച്ച ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല റൗദത്തുൽ താലിബീനാണ്. റൗദത്തുൽ താലിബീൻ ആരുടെ കിതാബാ? നീ ആ വായിച്ച ഇമാം നവവി റളിയല്ലാഹു തആല റൗദത്തുൽ താലിബീനാണ്. ആ റൗദത്തുൽ താലിബീനിന്റെ 4-ാം വാള്യം 291-ാമത്തെ പേജ്. എവിടെ മുഗ്നി വരട്ടെ, ഏതാ മുഗ്നി മുഹ്താജ്. ഇതിന്റെ 2-221. ഓക്കെ. ഇനി അടുത്ത കിതാബ്. ഇതൊക്കെ ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥാണ്. തുഹ്ഫത്തുൽ മുഹ്താജ്. തുഹ്ഫത്തുൽ മുഹ്താജ് ഇതാരുടെ കിതാബാണ്? ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളുടെ മിൻഹാജിന്റെ ശറഹായ തുഹ്ഫത്തുൽ മുഹ്താജ്. ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ അതൊക്കെ. ഇതിന്റെയൊക്കെ ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. എന്താണ് നീ പറഞ്ഞതാണ്? വയജൂസു അൻ യുഅക്കില മൻ യുഫരിഖഹു എന്നുള്ളത് അർത്ഥം വെച്ചത് എന്താണ്? ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾക്കോ കൊടുക്കാമെന്ന്. അയാൾക്ക് അനുവദനീയമാണ് അത് ഏൽപ്പിക്കാം. ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ എന്റെ സക്കാത്ത് മൗലവി, ആളുകളെയോ ഒക്കെ. അതേസമയത്ത് സംവിധാനങ്ങളെയോ സംഘടനകളെയോ ഏൽപ്പിക്കാൻ പറ്റുമോ? വക്കാലത്തിന്റെ നിബന്ധന എന്താ? പറ്റൂല. നിന്നെ കൊണ്ട് ഞാന് ബഹുമാനപ്പെട്ട ഇമാം നബിയുടെ റൗദത്തുൽ താലിബീന വായിപ്പിക്കും. നോക്കിക്കോ. അയ്യകൂനൽ വക്കീലു. റെഡിക്ക് നോക്കിക്കോ. അയ്യകൂനൽ വക്കീലു, വക്കീല് ആയിരിക്കണം മുഅയ്യിനൻ, ഒരു നിർണിത വ്യക്തി ആയിരിക്കണം. വക്കീൽ ഒരു നിർണിത വ്യക്തി ആയിരിക്കണം. ഇമ്മാ ബിനിസ്ബത്തിൻ ഔ ഇശാറത്തിൻ ഇലൈഹി, ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പേരോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇശാറത്ത് കൊണ്ടോ ഒക്കെ അദ്ദേഹം നിർണിത വ്യക്തി ആയിരിക്കണം. നീ പറഞ്ഞതാണ്? ഒരു വ്യക്തിയെയോ ഒന്നിലധികം ആളുകളെയോ സംഘടനയോ സംവിധാനങ്ങളെയോ പറ്റൂല. അത് നിന്റെ കീശ നിർത്താം. അതിനർത്ഥം അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഓൺലൈൻ മുഫ്തി എന്ന് പറഞ്ഞത്. നീ ഓൺലൈൻ മുഫ്തിയാ. കാരണം അങ്ങോട്ട് ചോദിച്ചാൽ മറുപടി കിട്ടൂല. ഇമാം നബവി തങ്ങളുടെ കിതാബാണ് വായിക്കുന്നത്. അയ്യകൂനൽ വക്കീലു മുഅയ്യിനൻ, വക്കീൽ നിർണിത വ്യക്തിത്വമായിരിക്കണം, വ്യക്തിയായിരിക്കണം. ഒന്നെങ്കിൽ അദ്ദേഹത്തിലേക്ക് ഇശാറത്ത് ചെയ്യൽ കൊണ്ടുതാ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ആളായിരിക്കണം. ഒരു സംഘടനയെ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇനി പറയട്ടെ, തീർന്നില്ല. ഫലോ വക്കല അഹദുൻ റജുലൈനി, ഒരാൾ വക്കാലത്താക്കിയ റജുലൈനി, 2 റജുലിനെ വക്കാലത്താക്കിയ, ഒന്നിലധികം ആളുകളെ വക്കാലത്താക്കിയാൽ ലം തസിഹൽ വക്കാല, വക്കാലത്ത് സ്വീകാര്യമല്ല. വക്കാലത്തിന്റെ നിബന്ധനയാണത്, നിബന്ധനയാണ്. അപ്പോൾ അത് പറഞ്ഞ ഇമാം ഇവിടെ കിതാബാണ് നീ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. വക്കാലത്ത് ആരെ ഏൽപ്പിക്കണം, ആരാണ് വക്കീലാവുക എന്ന് പറഞ്ഞ ഇമാം നബവി അവിടെ അവിടെ ഒരു വ്യക്തിയാണ്. കാരണം ഇമാം നബവിയുടെ കിതാബിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒന്നിലധികം ആൾക്കാരെ വക്കാലത്ത് ഏൽപ്പിച്ചാൽ ലം തസിഹൽ വക്കാല, വക്കാലത്ത് ഒരിക്കലും സഹിയാവുകയില്ല. എന്ന് മാത്രമല്ല, സംഘടനയായ പ്രശ്നം എന്താ? സംഘടനയായ ഒന്നിലധികം ആൾക്കാരുണ്ടാവും. ആ ഒന്നിലധികം ആൾക്കാരെ വക്കാലത്ത് ഏൽപ്പിച്ച വക്കാലത്താകൂരാന്ന് മാത്രമല്ല, ഇനി ആ വക്കാലത്ത് ഏൽപ്പിച്ച ആൾക്ക് തന്നെ വക്കാലത്ത് ഏൽപ്പിച്ച് മുവക്കിലാരാൻ ഓർമ്മ ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? കാരണം ഇത് ഏൽപ്പിച്ച ആളായിരിക്കില്ല എന്താക്കാന് വിതരണം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ ഒന്നിലധികം ആൾക്കാരുള്ള സംഗതിയാണ് സംഘടന. വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി
വക്കീല് തന്നെ ഏൽപ്പിച്ച വക്കീലിനെ സംബന്ധിച്ച് അറിവ് വേണം. ബിബസ്ഫിൻ ലഹു ഔ സുഹ്റത്തിൻ, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും വിശേഷണം കൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് കൊണ്ടോ സുഹൃത്ത് കൊണ്ടോ ഒക്കെ ആരാണ് എന്നെ മുതൽ തന്നത്. ഇനി നിങ്ങൾക്കറിയാം ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമല്ലേ തുഹ്ഫത്തുൽ മുഹ്താജ്. നബി തങ്ങൾ പറയുന്നു വശർത്തുൽ വക്കീലി തഈനുഹു, വശർത്തുൽ വക്കീലി തഈനുഹു, വക്കീലിന്റെ ഷർത്ത് ആ വക്കീൽ നിർണയിത വ്യക്തിത്വമായിരിക്കണം. ഇത് ഇമാം നബവി തങ്ങളുടെ തുഹ്ഫയുടെ 5-ാം വാള്യം 293-ാമത്തെ പേജിലാണ്. അപ്പൊ ഈ രൂപത്തിൽ ഇമാമിയങ്ങൾ ഇതിനെ നിർണയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനെ പറഞ്ഞു ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ തുഹ്ഫയിൽ പറഞ്ഞു വശർത്തുൽ വക്കീലി തഈനുഹു, വക്കീലിന്റെ ഷർത്ത് വക്കീൽ നിർണയമായിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ മൂടി വെച്ചിട്ട് തട്ടോട്ട് താടിയും വെച്ച് വന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് ഫത്വ ഇറക്കുന്ന ദജ്ജാലുന കദ്ദാബുന എന്ന് പറഞ്ഞ ഇത്തരം മൗലവിമാർ ഒരു കാര്യമില്ല ഈ പൊന്നിരിക്കുന്ന തീ പൂച്ചക്ക്. പക്ഷെ വന്ന് കേറി ഇടപെടും, വിവരക്കേട് വിളമ്പും. ഇനി ബാക്കി അടുത്ത് നിങ്ങൾ ഈ കാണുന്നത് ഹാഷിയത്തുൽ ജമൽക്കാരാണ്. ശാഫിഈ മദ്ഹബുകാർക്ക് പരിചയമാണല്ലോ. ഞാൻ വിശദീകരിക്കും. നിന്നെക്കാട്ടിലൊക്കെ നല്ലോണം പരിചയമുണ്ട്. അക്കരത്ത് ഞങ്ങൾ മുത്താലിച്ചതാണ്, എനിക്ക് തൊടാൻ പോലും അർഹതല്ല. ബാക്കി പരിഹരിക്കേണ്ടതില്ല. ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ കിതാബാണ്, സക്കരിയ അൽ അൻസാരിയുടെ കിതാബിനുള്ള ഹാഷിയത്താണ്. അതിൽ പറയുന്നു വലഹു വലൗ ബിവക്കീലിഹി അദാഉഹാ, അതായത് സക്കാത്ത് അതൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും അത് നിർവഹിക്കാവുന്നതാണ്. ഒരാളെ നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ വിശദീകരണം അത് നിങ്ങളൊന്ന് ശരിക്കും കാണുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത് വിശദീകരിക്കുകയാണ്. ഐ വലഹു മഅൽ അദാഇ ബിനഫ്സിഹി ഫിൽ മാലൈനി അത്തൗക്കീലു ഫീഹി, സമ്പത്തിന്റെ ഉടമക്ക് അത് സ്വന്തം രണ്ട് ധനവും പരോക്ഷവും പ്രത്യക്ഷവുമായ ധനം അയാളുടെ ധനത്തിലൊക്കെ അയാൾക്ക് സ്വന്തമായി നേരിട്ട് അത് നൽകുന്നത് പോലെ തന്നെ ആ സക്കാത്ത് നൽകാൻ മറ്റൊരാളെയോ മറ്റൊരു സംവിധാനത്തെയോ ഏൽപ്പിക്കലും അനുവദിക്കപ്പെട്ടതാണ്. സംവിധാനം എന്റെ കൂട്ടിയാണ്. മറ്റൊരാളെയോ ഒക്കെ അത് ഏൽപ്പിക്കാൻ തർക്കല്ല ഇവിടെ ആർക്കും. അതിന് ഇസ്ലാമിക രാജ്യമാണല്ലോ. ഏതൊരാൾക്കും ഒരു സക്കാത്തിൽ ഏൽപ്പിക്കാൻ പറ്റിയ വക്കീലാകാൻ ഷർത്തോത്തൊരാളെ ഏൽപ്പിക്കാം. അതേസമയത്ത് സംഘടന എന്ന് പറഞ്ഞതോ അത് കാണിച്ചുണ്ടാ. ഒന്നിലധികം ആൾക്കാരെ സക്കാത്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു വരിയല്ല, അരവരിയല്ല, ഒരു പദം കാണിച്ചാൻ റഫീഖ എന്നെ കൊണ്ടല്ല എന്റെ മൂത്താപ്പാരായ ഒരൊറ്റ വഹാബികൾക്കും സാധിക്കില്ല. എന്നിട്ട് ഷാഫി മദ്ഹബിൽ കിതാബിന്റെ ഇബാറത്ത് വെച്ചിട്ട് കളവ് പറയാ, പാച്ച നോണ അർത്ഥം വെക്കുക. എങ്ങനെ കഴിയുന്നത്? ദജ്ജാലൂന കദ്ദാബൂന. ഇനി ഈ പറഞ്ഞ കാരണത്തിന്റെ ഒക്കെ പുറമെ ഇത്തരം സംഘടനകളെ സക്കാത്ത് ഏൽപ്പിച്ചാൽ അതൊരിക്കലും ഏൽപ്പിക്കൽ സക്കാത്ത് വീടുകയില്ല എന്ന് മാത്രമല്ല, ഏൽപ്പിക്കലാവുകയില്ല എന്ന് മാത്രമല്ല, അതിന്റെയൊക്കെ പുറമെ ഇത്തരം സംഘടനകൾ ഏൽപ്പിച്ചാൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈജാബ് കബൂലുകൾ ഉണ്ടാവില്ല. വക്കാലത്തിൽ ഈജാബ് കബൂൽ നിർബന്ധമാണ്. ഈജാബ് ഞാൻ നിന്നെ വക്കാലത്ത് ഏൽപ്പിച്ചു എന്നും നിങ്ങളുടെ വക്കാലത്ത് ഞാൻ സ്വീകരിച്ചു എന്നും പറയുന്ന ഈജാബ് കബൂൽ സംഘടനയിൽ സാധ്യമല്ല, പ്രായോഗികമല്ല. അതുകൊണ്ട് അത് സംഘടനയിൽ ഒരിക്കലും തന്നെ ഇത്തരം സക്കാത്തുകൾ ഏൽപ്പിച്ചാൽ അത് വീടുകയില്ല. മറ്റൊരു കാര്യം, ഈ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയെ ഏൽപ്പിച്ചാക്ക് ഒഴിവാക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉണ്ടായിരിക്കണം. വക്കീലിനെ ഒഴിവാക്കാൻ വക്കീലിന് അധികാരം ഉണ്ടായിരിക്കണം. അപ്പോഴേ ആ ഏൽപ്പിക്കലാവുകയുള്ളൂ. സംഘടനയെ ഒഴിവാക്കാൻ ഒരിക്കലും ഈ ഏൽപ്പിച്ച വ്യക്തിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഏൽപ്പിക്കൽ ഒരിക്കലും സ്വീകാര്യമാവുകയില്ല. ഇതൊക്കെ പറഞ്ഞു വെച്ച ഇമാമിനെ എവിടെ കിതാബാണ്? അതൊക്കെ മൂടി വെച്ചിട്ടാണ് ഈ മൗലവി വായിക്കുന്നത്. താടി തൊപ്പി തട്ടോട്ടിട്ട് വന്നിട്ട് ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഇനി അടുത്തെന്താണ്? ഈ മുവക്കിൽ അറിയണം. എന്തറിയണം? തന്നെ ഏൽപ്പിക്കപ്പെട്ട ഈ മുതല് മുസ്തഹിഖീങ്ങളിലേക്ക് എത്തി എന്നുള്ള ഉറപ്പ് മുവക്കിലിന് കിട്ടണം. അങ്ങനെ ഉറപ്പ് കിട്ടുമോ സംഘടന ഏൽപ്പിച്ചാല്? കാരണം ഇത് കൊടുക്കുന്നവൻ ഇത് ആരിലേക്ക് എത്തുന്നത്? സംഘടന ഏറ്റെടുത്താൽ പിന്നെ സംഘടന ആർക്കാ കൊടുക്കുന്നത്? ഈ മുവക്കിലിന് ഈ ഏൽപ്പിച്ച ആൾക്ക് വല്ല ധാരണ ഉണ്ടാവുമോ? ഇല്ല. അതാണ് അൽ വക്കീലു അമീനുൻ ഫീമാ ഫീദിഹി വയുസ്തറതു ലിബറാഅത്തിൽ ഇൽമി ബിഉസൂലിഹാ ലിൽ മുസ്തഹിഖീൻ. ഇമാം അലി ഇബ്രാഹിം അൽ തങ്ങളുടെ ഹാഷിയ നോക്കിയിട്ടാണ് വായിക്കുന്നത്. വയുസ്തറതു ലിബറാഅത്തിൽ ഇൽമി ബിഉസൂലിഹാ ലിൽ മുസ്തഹിഖീൻ.
അവകാശികളിലേക്ക് അത് എത്തി എന്നുള്ള ഉറപ്പ് ഈ മുവക്കിലിന് വേണം. വക്കീല് അത് ആ മുസ്തഹിഖീങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഒരിക്കലും ഈ വക്കീലിൻ ഈ ഏൽപ്പിക്കുന്നവന്റെ അവകാശം നീങ്ങുകയില്ല. അത് നിർബന്ധം. ഇനി അടുത്തത് നിയ്യത്ത് വേണം. ആര് നിയ്യത്ത് വെക്കണം? ഈ ഏൽപ്പിച്ചവൻ നിയ്യത്ത് വെക്കണം, ഏൽപ്പിക്കപ്പെട്ട വക്കീൽ നിയ്യത്ത് വെക്കണം. ഇതൊന്നുമില്ല. ഇത് ആരോ, ഇത് ഇവനെ ഏൽപ്പിക്കുന്ന ആരോ കൊണ്ട് കൊടുക്കണ നിയ്യത്തുള്ള ഒരു സംഗതിയില്ല, ഒരു വണ്ണാകട്ടയില്ല. ഇന്നമല്ല അമാൽ ബിന്നിയാത്ത്, അമലിൽ നിയ്യത്ത് കൊണ്ട് സ്വീകാര്യമോ. അതുകൊണ്ട് ഇത്തരം സംഘടന ഏൽപ്പിച്ചാല് ആ പൈസ അങ്ങോട്ട് പോയി കിട്ടുന്നല്ലാതെ അത് ഒരിക്കലും തന്നെ സക്കാത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. എന്ന് മാത്രമല്ല, ഇനി ഇവൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണ് അത്? അതിന്റെ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പോലും. ഇത് ശേഖരിച്ച് അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനത്തെ അത് ഇസ്ലാമികമല്ല. കണ്ടോ പറഞ്ഞത് കയ്യിലുള്ളത് കാരപ്പറമ്പ് യൂണിറ്റിന്റെ ഒരു പുസ്തകം. എന്താണത്? സക്കാത്ത് വിവരവുമായി ബന്ധപ്പെട്ട് വാർഷിക കണക്ക് റിപ്പോർട്ടാണ് അതിൽ ഉള്ളത്. കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെല്ല്. ഏതാ വർഷം? 2005 മുതൽ ഒക്ടോബർ 2006 സെപ്റ്റംബർ വരെയുള്ള വരവ് ചെലവ് കണക്കാണ്. ആ കണക്ക് ഞാൻ വായിക്കാം. മുൻ വർഷത്തെ ബാക്കി സക്കാത്തിന്റെ ഫണ്ട്, മുൻ വർഷത്തെ ബാക്കി പാവപ്പെട്ടവന്റെ അടുത്ത് സക്കാത്ത് വാങ്ങിയിട്ട് കൊല്ലത്തിൽ കൊടുത്തു വിട്ടാതെ ബാക്കി വെച്ച് എത്ര? 41,104 രൂപ 60 പൈസ മുൻ വർഷത്തെ ബാക്കി. ഇനി മൊത്തം മേൽ വർഷത്തിൽ കിട്ടിയ വരവ് 2,65,522 രൂപ. മൊത്തം സക്കാത്ത് പിരിച്ചിട്ട് കിട്ടിയ പൈസ. എന്നിട്ട് ബാങ്ക് പലിശ, ബാങ്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് ബാങ്ക് പലിശ 939 രൂപ. കാരപ്പറമ്പ് യൂണിറ്റ് കേന്ദ്രം പ്രസിദ്ധീകരിച്ച സക്കാത്തിന്റെ കണക്ക് പുസ്തകമാണ് കയ്യിലുള്ളത്. വഹാബികൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പാവപ്പെട്ടവന്റെ മുതൽ കൊണ്ടുപോയിട്ട് ബാങ്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് 939 രൂപ പലിശക്ക് അതും വാങ്ങി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ചങ്ങായി പറയാ താടിയും തട്ടവും വെച്ചിട്ട് അത് പാവപ്പെട്ട ആളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. എങ്ങനെ ചങ്ങായി? പാവപ്പെട്ട കഴിഞ്ഞ വർഷത്തെ ബാക്കിയുണ്ടാകുക പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുത്താല്. എന്നിട്ട് അതിൽ നിന്ന് പലിശ 939 രൂപ, കടം വീട്ട 520, രോഗ ചികിത്സ 60,000, വീട് റിപ്പയറിംഗ് 61,000. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം നോക്കിയ കേന്ദ്ര വിഹിതം 13,000 രൂപ. കേന്ദ്ര വിഹിതം സക്കാത്തിന്റെ കണക്കാണേ. കേന്ദ്ര വിഹിതം എന്ന് പറഞ്ഞാല് ഇവരുടെ മേൽ കമ്മിറ്റിക്ക്, സംസ്ഥാന കമ്മിറ്റിക്ക്, ഈ കാരപ്പറമ്പ് യൂണിറ്റ് കേന്ദ്രം കൊടുത്ത് അങ്ങനെ എത്ര കമ്മിറ്റികൾ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ അതൊക്കെ കൂടി മേൽ കമ്മിറ്റി കൊടുത്തയച്ചു. പാവപ്പെട്ടവന്റെ മുതൽ മേൽ കമ്മിറ്റി കൊടുക്കാനുള്ളതാ മൗലവിമാര്. എന്നിട്ട് ഇത് പറഞ്ഞ് ഇത് സക്കാത്ത് ആവില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറി. ഇത് മുജാഹിദിന്റെ കണക്കാണ്. വേറെ ഉണ്ട്, ഇപ്പൊ വായിക്കാൻ സമയമല്ല. കാരണം ഇനി ജമാഅത്ത് 85 രൂപ, 3,385 രൂപ. ഇനി അടുത്ത് നോക്കിക്കോ, ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്തിന്റെ വരവേ 1,469 രൂപ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫിത്ർ സക്കാത്ത് എന്നാൽ പാവപ്പെട്ട ആളുകൾ കൊടുത്തിട്ടുണ്ട്. സ്വന്തം ശരീരത്തിന്റെ വകയിൽ കൊടുക്കേണ്ട അരിയല്ലേ? അതന്നല്ലേ ഫിത്ർ സക്കാത്ത് അറിയാം. ശവ്വാലിന്റെ മാസപ്പിറവ് കണ്ടാൽ നമ്മളൊക്കെ അരി കൊടുക്കണം. ഈ അരിക്ക് പകരം പൈസ പിരിച്ചിട്ട് അത് ബാക്കിയാക്കി വെച്ചാണ്. എത്രയാണ്? 1,469 രൂപ. ഇത് ആലത്തൂർ ഇസ്ലാമിയ കോളേജിന്റെ സക്കാത്തിന്റെ കണക്കാന്റെ കയ്യിലുള്ളത്. ഇനി അടുത്ത് ഉളിയത്ത് വക എന്താണ്? 12,000 അല്ല 1,22,620 രൂപ. 1,22,620 രൂപ ഉളിയത്ത് വക. ഇനി നിങ്ങൾ നോക്ക്. ഇനി എല്ലി വിറ്റത് 1,000 രൂപ, തോല് വിറ്റത് 1,200. ഇതൊന്നും സാധുക്ക കൊടുത്തല്ല, ഇതൊക്കെ ബലി കീശയിലിട്ടതാണ്. ബല സംഘടനക്ക് കൊണ്ട് ഒക്കെ എടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് എല്ലും തോലൊക്കെ വിൽക്കാൻ പറ്റുമോ? ഉളുഹിയത്തിന്റെ എല്ലും തോലും വിൽക്കാൻ പറ്റുമോ? എന്നിട്ട് അതൊക്കെ വിറ്റിട്ട് അതിന്റെ പൈസ വാങ്ങിച്ചത്. ഇനി ചെലവ്, മുൻ വർഷ സക്കാത്ത് അധിക ചെലവാണ് വായിക്കുന്നത്. അധിക ചെലവ് മുൻ
മുൻവർഷ സക്കാത്തിന്റെ അത് ചെലവ് എത്രയാണ്? 10,076 രൂപ 25 പൈസ. 10,076 രൂപ 25 പൈസ. അപ്പോ മുൻവർഷം കടാക്കി വെച്ചിട്ട് അപ്പൊ അതിന് പ്രാവശ്യം സാധുക്കളോട് വാങ്ങണം മുന്നത്തെ കടം വീട്ടാൻ. സക്കാത്തിന്റെ പൈസ അങ്ങനെ പല സംഘടനക്ക് കടണ്ടാക്കി വീട്ടാനുള്ളതാണ്. ഇനി മുൻവർഷത്തെ ഉഹിയത്ത് അധിക ചെലവ് 4,456 രൂപ, അതും ഇവരോട് പിരിക്കണം. അതുപോലെ തന്നെ തയ്യലിന് കൊടുത്തതും അങ്ങനെ പറഞ്ഞ അവസാനം മദ്രസക്ക് ധനസഹായം ഇന്നാലില്ല. മദ്രസ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ മദ്രസ അല്ലേ? 8 ഭാഗത്ത് മദ്രസ കൊടുക്കുന്നുണ്ട് അല്ലേ? കാരണം ഈ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത്തരം മദ്രസ കൊടുത്താല് അത് ആ മദ്രസയിൽ ആരെല്ലാം പഠിക്കും? ഈ സക്കാത്ത് കൊടുത്താൽ മക്കളും പഠിക്കൂലേ? അപ്പൊ സക്കാത്ത് കൂടുവോ? അതുകൊണ്ട് തന്നെ സക്കാത്ത് സ്വന്തം ദായകനിലേക്ക് തന്നെ തിരിച്ചേരുന്ന അവസ്ഥ വന്നാൽ സക്കാത്തിന് ശർത്തല്ലേ? അത് ഒരിക്കലും തന്നെ സക്കാത്ത് സ്വന്തത്തിലേക്ക് തിരിച്ചുതരാൻ പാടില്ല. അങ്ങനെ വന്നാൽ സക്കാത്ത് സാധുവല്ല, അത് അസാധുവാണ്, അത് സ്വഹിയല്ല, സക്കാത്ത് കൂടില്ല എന്നുള്ളത് ഷാഫി മദ്ഹബിലെ ഫിഖ്ഹല്ലേ? സംഘടനയിൽ ഈ മദ്രസക്കല്ലേ കൊടുത്തത്? എന്നിട്ട് ഈ ചങ്ങായി പറയാ താടിയും തട്ടവും വിട്ടിട്ട് അതൊക്കെ അർഹരായ ആളുകൾ. മദ്രസക്ക് കൊടുത്തത് എത്രയാണ്? 1,125 രൂപ. ഇനി ഇസ്ലാമിക പ്രവർത്തനം സുബ്ഹാനല്ലാഹ് ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വ ഇസ്ലാമിക പ്രവർത്തനം. ഇസ്ലാമിക ഇവരെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സക്കാത്തിന്റെ പൈസ 850 രൂപ അല്ല 23,260 രൂപ. 23,260 രൂപ ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി. ഇനി അടുത്ത് പ്രിന്റിംഗ് സ്റ്റേഷനറി 850. സക്കാത്തിന്റെ അവകാശികളാണുള്ളത് പ്രിന്റിംഗ് സ്റ്റേഷനറി. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ പ്രിന്റിംഗ്. ഇതൊക്കെ സക്കാത്ത് വക കിട്ടിയ ചിലവിനെ കുറിച്ചാട്ടോ അതിൽ കിട്ടിയതാണ് പ്രിന്റിംഗ് സ്റ്റേഷനറി. ഇനി ബാക്കി കയ്യിലിരിപ്പ് 95-25. ഈ രൂപത്തില് സക്കാത്തിന്റെ മുതൽ അർഹരായ ആളുകൾക്ക് എത്തിച്ചു പോലും ഈ വഹാബികൾ ജമാഅത്ത് ഇസ്ലാമിയും. എന്നിട്ട് പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാതെ പണക്കാരിൽ നിന്ന് സക്കാത്ത് വാങ്ങിയിട്ട് ആ സക്കാത്ത് ഇത്തരം തോന്നിവാസങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇത് ഒരു വർഷത്തെ കണക്കാണ്. അങ്ങനെ എത്ര കണക്ക് പുറത്തു വരാത്തതുണ്ട്, എത്ര കണക്ക് ഇവർ മുക്കിയതുണ്ട്, എത്ര അഴിമതിണ്ട് നിങ്ങൾക്കറിയോ? ഒരു ഖാലിദ് മൂസ നദ്വി എന്ന് പറഞ്ഞ നദ്വി സാഹിബ് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്ര മുശാവറ ശൂറ അംഗത്തിന് പരിചയമുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിക്കാരാ? എന്ത് ഖാലിദ് മൂസ നദ്വിനെ നിങ്ങളെ ജമാഅത്ത് ഇസ്ലാമിയുടെ ശൂറയിൽ നിന്ന് പുറത്താക്കാൻ കാരണം? മറുപടി പറയാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എന്തേ പുറത്താക്കാൻ കാരണോ? ഈ ഖാലിദ് മൂസ നദ്വി സാഹിബ് അയാളെ ജമാഅത്ത് ഇസ്ലാമി പുറത്താക്കാൻ കാരണം അറിയോ? ഇവര് മാധ്യമ പത്രം തുടങ്ങി ജമാഅത്ത് ഇസ്ലാമി. എന്ത് ഉപയോഗിച്ചിട്ട്? സക്കാത്തിന്റെ ഫണ്ട് പിരിച്ചിട്ട് മീഡിയ വൺ ചാനൽ എടുത്തു. ചാനൽ ഉപയോഗിക്കാൻ തുടങ്ങി. മീഡിയ വൺ ചാനൽ അതവരുണ്ടാക്കി. ഏത് ഫണ്ടാണ്? സക്കാത്തിന്റെ ഫണ്ട്. കാരണം ഫീസബില്ല. അള്ളാഹു ഈ 8 വിഭാഗത്തെ എണ്ണ കൂട്ടത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നുണ്ട് ഫീസബില്ല. ആ ഫീസബില്ല എന്നുള്ള അർത്ഥം അത് മാധ്യമ പ്രവർത്തനാണ്, അത് ഫീസബില്ലയാണ്. അതുപോലെ തന്നെ ഇവിടെ മീഡിയ ചാനലും ഫീസബില്ലയാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനു വേണ്ടി? ഇത്തരം തോന്നിവാസത്തിന് വേണ്ടി ഈ സക്കാത്തിന്റെ പൈസ കൊണ്ടുപോയിട്ട് ചെലവാക്കി. ലക്ഷങ്ങളുടെ അഴിമതി നടന്നു. 4 ആൾക്കാരെ ശൂറ കണ്ടെത്തി. അവരുടെ പേര് ഞാൻ അവിടെ പറയുന്നില്ല. അവര് തട്ടിപ്പും വെട്ടിപ്പും നടത്തി. എന്നിട്ട് ഈ രൂപത്തില് മാധ്യമപ്രവർത്തനം നടത്തിയപ്പോ പിറ്റേത്ത് ഇവര് നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും അപ്പൊ ഈ പത്രപ്രവർത്തനങ്ങളൊക്കെ പിന്നെയും കടത്തിലായി. മാധ്യമവും അതുപോലെ തന്നെ ഈ മീഡിയ വൺ കടത്തിലായപ്പോ ഇവര് പറഞ്ഞ അടുത്ത കൊല്ലം സക്കാത്തിന്റെ പിരിവിന് ഒരു 10 കോടി രൂപ സക്കാത്ത് പിരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ല, ഇതൊക്കെ രേഖ നമ്മുടെ കയ്യിലുണ്ട്. 10 കോടി രൂപ സക്കാത്ത് നിലക്ക് പിരിച്ചെടുക്കണം എന്ന് പറഞ്ഞപ്പോ ഖാലിദ് മൂസ നദ്വി എന്ന് പറഞ്ഞ മൗലവി എന്ന് പറഞ്ഞ ഇവിടെ കേന്ദ്ര മുശാവറ അങ്ങനെ ചെയ്തു. അതിനെ എതിർത്തു. പാടില്ല, പാവപ്പെട്ടവന്റെ സക്കാത്തിന്റെ പൈസ ഉപയോഗിച്ചിട്ട് ഇത്തരം മീഡിയകൾക്ക് വേണ്ടി കടം വീട്ടാൻ അനുവദിക്കൂല എന്ന് അയാൾ തുറന്നു പറഞ്ഞു.
ആ തുറന്നു പറഞ്ഞതിന്റെ പേരിലല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാരാ ആ ഖാലിദ് മൂസ നബീനെ പുറത്താക്കിയത്, അല്ലാതെ ഈ 4 ആളെ പുറത്താക്കിയില്ലല്ലോ. സക്കാത്തിന്റെ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ കട്ടുമുടിച്ച 4 എണ്ണത്തിനെ സസ്പെൻഷൻ ചെയ്യുന്നതിന് പകരം ഇത് ചോദ്യം ചെയ്ത ഖാലിദ് നബി മൂസനെ പുറത്താക്കിയത് ജമാഅത്ത് ഇസ്ലാമിന്റെ സൂറയിൽ നിന്ന് മറുപടി പറയണം ജമാഅത്ത് ഇസ്ലാമിക്കാരൻ. ദജ്ജാലുന കദ്ദാബൂന എന്നിട്ട് ഇയാൾ തട്ടോട്ടിട്ട് വന്നിട്ട് പറയാണ് അതൊക്കെ അവകാശികൾക്ക് ചെലവഴിച്ചു പോലും. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാര് ഈ വിഷയങ്ങളുടെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയ ജനങ്ങളെ കൊടുത്തു പോകരുത്, കാരണം നമുക്ക് കാട് തരണ്ട, അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് നേരിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പേരിൽ ഈ പണ്ഡിതന്മാരെ കുതിര കയറുകയാണ് വഹാബികൾ. കാരണം അവർക്ക് ഈ കക്കാനും മുക്കാനും നടക്കൂല, ഇതൊക്കെ നമ്മളെ പേരിലേക്ക് ഇങ്ങോട്ട് ചാർത്തുകയാണ്. ദജ്ജാലുന കദ്ദാബൂന.